Keep moving! Stay alert! Copy! Flight's clear! Where's my golden cat? How no? Tell me! നിന്റെ അടുത്തൊക്കെ പറഞ്ഞാ ഇനി എന്നെ കൊല്ല ഇവിടെ വരല്ലേ വരല്ലേ എന്നിട്ട് നിന്റെ മൊല്ലാളിക്കൊക്കെ എന്താ ഇത്ര പ്രശ്നം? ഇനി നീ ഇവിടെ കാണൂല. നിന്നെ ഇപ്പൊ കൊന്നിട്ട് വെട്ടി വെട്ടി നുറുക്ക് കഷ്ണങ്ങളാക്കിട്ട് പട്ടിക്കിട്ട് കൊടുക്കണം നിന്നെ. ഇതിനെ വെറുതെ പറയുന്നില്ല, ഇതിന്റെ വാശിയാളാ. സാറിന് രാഹുമായാണ് കൊല. ഇവിടെ വന്നപ്പം തന്നെ ഈ സ്ഥലത്തിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് തന്നെ വന്നു. പിന്നെ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗോൾഡൻ ഗേറ്റ് ഉണ്ട്. ഗോൾഡൻ ഗേറ്റ് ഞാൻ ഇന്ത്യയിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ അത് 1 ലക്ഷമല്ല 2 ലക്ഷമല്ല 1 കോടിയല്ല 1 ബില്യൺ അല്ല, അതിനും കൂടുതലായിട്ട് ആ ഗോൾഡൻ ഗേറ്റിന് ഒരു വിലയുണ്ട്. അതിൽ തന്നെ അംബാനിയെക്കാട്ടിയും വലിയ പണക്കാരനാണ്. എനിക്ക് കൊണ്ട് തരണേ സാർ. പിന്നെ നീ എന്നോട് നിന്നാ ഞാൻ തരും. സാറാ അഹുമാരി മോളിലുണ്ട്. പിന്നെ എന്നെ രണ്ടുപേരെയും പിടിക്കണം. കൂടെ ഉള്ളൂ എടുക്കാൻ. ണ്ട് ഇതാ ആ വണ്ടി കയറ്റിട്ടോ. ഇത് മോളാണ് സാർ അഹുമാരി. സാർ അതാണ് സാർ. അതാണ് നിന്റെ ഡോൺ അവിടെ? വലിയ ഡോൺ ഇവിടെ ഇല്ല, ചെറിയ ഡോൺ ഉണ്ട് സാറേ.
എന്നാ സാറേ ഈ വഴിക്കൊക്കെ വല്ല ഡീൽ ഉറപ്പിച്ചെന്നതാണോ അല്ല വല്ല കുത്തുകേസിന് വല്ല ജയിലിൽ കൊണ്ടിടാനാണോ? സാറുടെ പുതിയതല്ലേ, നമ്മളെ ടീമിനെ കുറിച്ച് സാറിനൊന്നും അറിഞ്ഞൂടാ. അല്ല സാറ് സ്ഥലം വിടാൻ നോക്ക്. അതെങ്ങനെ വിടും? സാറിനോട് ഇങ്ങനെ അലോക്കല്ലേ, പിന്നെ എങ്ങനെ പോകും സാറേ? അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇത് പൊളിക്കണത് എനിക്ക് ഇഷ്ടമല്ല. ഇവന്റെ കൂട്ടുകാരനായിട്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ അതേടാ. ഞാനും പിന്നെ എങ്ങനെയുണ്ട്? നമുക്ക് പൊളിക്കണ്ടേ? അത്ര ഉള്ളത്. മുഴങ്ങട്ടെ, കച്ചേരി തുടങ്ങട്ടെ, നാദസ്വരം ഉയരട്ടെ, ആവേശം പടരട്ടെ, വീതി മുഴുവൻ ആഘോഷ തരംഗം ഇവിടെ എത്തുന്നു. ഒരേയൊരു രാജാവ് താളം പിടിക്കൂ, കൈകൾ ഉയർത്തൂ, വൈബ് പിടിച്ചാൽ നിലം കുലുങ്ങും. കണ്ണുകൾ കാത്തിരുന്ന നിമിഷം ഇതാ, പേരൊന്നു കേട്ടാൽ ആവേശം പൊട്ടും. രണ്ടെണ്ണം അവിടെ കൊണ്ട് ഇങ്ങനെ അടുത്ത് അവിടെ വന്ന് എവിടെ ഉണ്ടല്ലോ നാളെ രാത്രി ഓക്കെ അവിടെ നോക്കണേ. അതിനോട് കുറച്ച് ഗോൾഡ് എവിടെ? ഗോൾഡ് ഇന്ന് രാത്രി അവളെ കുറച്ച് ലോഡ് കർണാടക പോകണം, നീ കൂടെ പോണം. നീ സൂക്ഷിച്ചൊക്കെ പോണം. അറിയാനില്ല ശത്രു കൂടുതൽ പോയിട്ടുണ്ടോ? ഇപ്പോഴത്തെ ലോഡ്
ഇറക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണേ. റെഡ് ബിസിനസ്സിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഹലോ ഓക്കെ ശിവയെ പറഞ്ഞിട്ടുണ്ട് കർണാടക എന്ന് കഴിഞ്ഞ അതറിഞ്ഞൂടാ എല്ലാ ദിവസവും. പിന്നെ അവനെ വിളിച്ചിട്ട് നമ്മളോട് കുറച്ച് ആൾക്കാരും കൂടി അവന്റെ അടുത്തോട്ട് റെഡി എപ്പോഴാണെങ്കിലും ഇപ്പൊ വീട്ടിട്ടുണ്ട്. റെഡി അടുത്ത മാസം കൊൽക്കട്ടയിൽ പോകുന്നു. അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെയും നമുക്ക് കുറച്ചും കൂടി നോക്കാം. എന്തായാലും അവന്റെ അടുത്ത് ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞു. എന്തായാലും അത് ഇന്ന് രാത്രി എറണാകുളത്ത് പോണ ചാനക്കുണ്ടല്ലോ, ഞാനും കുടിക്കാൻ. അല്ല 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 അതല്ലേ നമ്മളോട്ട് ഒരാളും കൂടെ ഒന്ന് ഒറ്റയായി. അത് ഇന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വശത്തിലാണ് ആൾക്കാരല്ലേ അതിന്റെ കുടുംബക്കാര് കോടതി കേസ് കൊടുത്തു. നമ്മള് കുറച്ച് ചെക്ക് പൈസ ഞാൻ എത്ര കൊടുത്തോ? 2 കോടി ഓഫർ 10 കോടി റെഡി ചെയ്തിട്ട് കളിക്കണം. 30 കോടി ചെക്ക് മറ്റേ മുഖത്തെടുത്ത് ഇറങ്ങുന്നു. കോടതി നമുക്കെതിരായിട്ട് കുറെ കേസ് നടക്കുന്നുണ്ട്. ഞാൻ പോട്ടെ, കുറച്ച് ദിവസമായി സന്തോഷമായിട്ട്. ഹലോ കൊറേ നാളായാളെ അവളെ കണ്ടിട്ട് ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാറ്, ചെമ്പരത്തി കമ്പുകൊണ്ട് എന്തു കുതുക്കനവാറ്. ഹലോ ഫ്രണ്ടിൽ മാമല ഞാനൊന്നു കണ്ടേ. ദിവസം കണ്ടിട്ട് ഞാൻ എന്തിനു പറയാ, ടാക്സിലോട്ട് പോവാ. എന്തോ ഫാക്ടറി നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റിന്റെ ബ്രാൻഡിന്റെ പേര് ഗോൾഡ്. ശരി ശരി. ഞങ്ങൾ വന്നിട്ട് എന്തോ ട്രീറ്റ് ഒന്നും ഇല്ലേ? ഇതൊക്കെ ഉണ്ട്. നമ്മ പണിയില ഇവിടെ ആരും ഒന്നും അറിയില്ലായിരുന്നു കേട്ടല്ലോ. അവിടുത്തെ ആരും മിണ്ടിയും പോയി. ഇനി അവര് പോണതോരെ ഇവിടെ ഇതൊക്കെ ഒന്നും ഉണ്ടാക്കാൻ പറ്റും. പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരിൻ കടവത്ത് കുടമുള്ള പുത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാളും ഉണ്ടല്ലോ, മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ, അമുല്ലപ്പൂവിൻ ചേർത്ത വെള്ള പനി കുപ്പായം, വെള്ളി ചെല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ, മുല്ലപ്പൂവിൻ ചേർത്ത വെള്ള പനി കുപ്പായം, വെള്ളി ചെല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ. സലാം സലാം
അലൈക്കും അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വഅലൈക്കും അസ്സലാം. ഇന്നലെ ദിവസം എന്തരാനും കൊള്ളായിരുന്നല്ലേ? അതെ അതെ. എത്ര മണിക്ക് ഓ പെട്ടെന്ന് ഓ നീയിപ്പോ ഇവിടെ എങ്ങനെയാ? ഇന്നലെ കൊള്ളായിരുന്നു. ഇപ്പൊ അവിടെ ചെല്ലണം, ഓഫീസിൽ ചെന്നില്ലെങ്കിൽ ജോലി പോകും. അവന് കാണണം. നിങ്ങൾ പോണോ? നിങ്ങള് സൂക്ഷിച്ചൊക്കെ പോട്ടോ. അവര് ഫോൺ വരില്ല, പ്രശ്നം ഉണ്ടാക്കല്ലേ, ഒരു കാര്യം അറിയുകയും ചെയ്തു. അറിഞ്ഞാറിയല്ലേ നിങ്ങളോട് എന്ത് പറഞ്ഞോണ്ടിരുന്നേ? ഞങ്ങൾക്ക് കടയിലൊക്കെ ഒന്ന് കയറേണ്ട ആവശ്യമുണ്ട്, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് ടൈമുണ്ട്, 1 മണിക്കാണ് ഫ്ലൈറ്റ്. ലഗേജ് നമ്മൾ ആള് പോരും, ആ പുള്ളിനെ കൊണ്ടാകും. ഞങ്ങളോട് വരാം. ഒരു കാരണവശം ഒരു പ്രശ്നം ഉണ്ടാകും. ഒരു കുപ്പി എടുത്തോണ്ട് ഫോട്ടോ മതി. ആ റൂമിനകത്തുണ്ട്. ഒരു കാരണം ആ ബാഗ് ആളെ ഡ്രൈവറിനെ അപ്പൊ ഒരു സഹോദരി അല്ലേടാ, ബാഗ് കൂടിയടാ. ലഗേജ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി 2 വണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ലഗേജും, രണ്ടാമത്തെ നിങ്ങൾക്ക് പോകാനുള്ളത്. വണ്ടി ഇപ്പൊ വരും. ഞാൻ ഓർഡർ ഇട്ട് തരാം. അതെന്തിനാണ് ഇത്? ഇരിക്കാ കേട്ടാ. ഹലോ, ഞാൻ റെഡി REDDY. ഞാനൊരു ചെറിയ ഗിഫ്റ്റ് നിങ്ങൾ ഇന്നലെ ഡാൻസ് കളിക്കണം. അപ്പൊ എൻ്റെ ഒരാളയിൽ കൊടുത്ത് ഞാൻ ഗിഫ്റ്റ് നിങ്ങളടുത്ത് വെച്ചു. പക്ഷെ ആ ഗിഫ്റ്റ് ചിലപ്പോൾ നീ കാറിൽ വെച്ചേക്കാം. ഇപ്പോൾ ആ കാറ് പൊട്ടിത്തെറിച്ചത് നീ കണ്ടല്ലോ. മെക്കാനിക്കാതെ പോയി രക്ഷിക്കാൻ നോക്കണ ദേവാ. നീ വീട്ടിലോട്ട് വാ, നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാറുണ്ട്. നീ വാ. അവിടെ പോകുമ്പോ ഇതൊക്കെയാടാ ഇത്? അത് ഞാൻ ഇല്ലീഗലായിട്ട് ഗോൾ. അപ്പൊ ഇല്ലീഗൽ ആയിട്ടാണല്ലേ നീ ഇത്രയും നാൾ പൈസ സംഭവിച്ചത്? അതിന് ഇങ്ങനെ കാണിക്കണോ? അപ്പൊ അങ്ങനെയാ? 5ാം ക്ലാസ്സിൽ നീ വെച്ചിട്ട് പോയപ്പേ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടല്ലേ. ആ ഗോൾഡൻ കാറ്റ് കിട്ടിയ അന്നാണ് ഞാൻ, അന്നോട് ഞാൻ പണക്കാരനായിരുന്നു. അപ്പൊ നീ ആര്? നീ പോടെ ഒന്ന്. നീ ഇല്ലെങ്കിൽ നീ ജീവിക്കാറ് എങ്ങട്ടല്ലേ? യുവമാരെ കൊണ്ടുപോയിരിക്കും. ഈ ഫ്രോഡിന്റെ അടുത്ത് സംസാരിക്കണം, നമുക്ക് പോവാമാ. ഓ ഫ്രോഡാ? അന്ന് ദുബായില് നിന്നെയൊക്കെ തന്നെ എന്തിന്റെ പേരിൽ നിന്നൊക്കെ ജയിലിൽ പിടിച്ചിട്ടപ്പോ ഞാൻ സന്തോഷിച്ച കാശ് ഉണ്ടായിരുന്നുള്ളൂ. നിന്നെയൊക്കെ ഇറക്കാൻ കൂടുതൽ മിണ്ടല്ലേ നീയൊക്കെ.
കേട്ടോ ഫ്രോഡ്. നീയൊക്കെ കാരണം ഞാൻ ഇങ്ങനെ ഫ്രോഡാ കേട്ടോ. കൊച്ചിലെ മര്യാദക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു തേങ്ങയാവൂലായിരുന്നു. പോളെ നമ്മളിടയിൽ ഉയർന്നപ്പോ അഹങ്കാരം ജയിച്ചു വന്നു, സൗഹൃദം തോറ്റുപോയി. ക്ഷമിക്കണം എന്നൊരു വാക്ക് പറയാൻ മനസ്സ് തയ്യാറായില്ല. തല ഉയർത്തി നിന്ന ഈഗോ എന്റെ ഈഗോ എന്റെ സുഹൃത്തിനെ അകറ്റിയോ. സ്നേഹത്തെക്കാൾ വലിയതെന്ന് ഞാൻ എന്നും വിശ്വസിച്ചോ. ഈഗോ എന്തോ 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 അവിടെ ആ കണ്ണെന്തോ എന്നില് അതെന്തോ എന്തോന്തോരാ അത് കണ്ടിട്ട് ഡ്രഗ്സ് ആടാ. എന്താ ഓരോ നീ ചെയ്ത ഓരോ ഡ്രഗ്സ് ബിസിനസ് നടത്തി കഴിയണം. പറയണേ എന്താ വിളിച്ചേ? വിനാറ താഴെ തള്ളിയിട്ട് എന്താണ് ഇത് കളിപ്പ്? എന്താ ഇത്? എത്ര വർഷമാണ് നീ ബിസിനസ് തുടങ്ങിയിട്ട്? പറയടാ, എന്ത് നിന്റെ വാക്കാതെ ഇപ്പൊ നാക്കില്ലേ? പറയൂ, എത്ര വർഷം? അതേടാ, ഇത്ര വർഷം എന്റെ കൂടെ പട്ടിയെ പോലെ ജോലിക്ക് ചെയ്തിട്ട് അതാണ് ഞാൻ സ്വന്തം ഇഷ്ടം നടത്തിയത്. ബിസിനസ് തന്നെ നിനക്ക് വേണോ? അതെന്റെ ഇഷ്ടമാടാ. കൈ നിക്കണ്ട, അതേ പോ. അതാ നീ പറയാനായില്ല. അന്നാ പോലീസ് നീ പറഞ്ഞില്ല നിനക്ക് സസ്പെൻസ് ഇഷ്ടമല്ല എന്ന്. അന്ന് ഞാൻ പറഞ്ഞ എന്റെ കൂട്ടുകാരാണ് നീ കൊല്ലാത്തത്. ഞാൻ കൂട്ടുകാരല്ലേ നീ കൊല്ലോടാ നീ? നീ കൊല്ലോടാ നീ? കൊല്ലോ അതായി. ഇനി ഇവിടെ ഡ്രഗ് ബിസിനസ് വേണ്ട കേട്ടാ. വേണ്ട വേണ്ട കേട്ടല്ലോ. നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ ഇരുന്ന, ഇല്ലെങ്കിൽ നീ കിപ്പ് ഒലത്തും. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയാണ്. നിന്നേക്കാളും നിലയെ ഞാൻ എത്തും. അതിന്റെ വാശിയടാ. നാട്ടിലെ കുടുംബത്തിന് വേണ്ടാത്ത ഒരുത്തൻ ചാവട. ചിരി നിറഞ്ഞ ദിവസങ്ങൾ
ഓർമ്മയായി മാറിപ്പോയി ചെറിയ വാക്കുകൾ വലിയ മതിലായി നമ്മളിടയിൽ ഉയർന്നപ്പോ അഹങ്കാരം ജയിച്ചു വന്നു സൗഹൃദം തോറ്റുപോയി ക്ഷമിക്കണം എന്നൊരു വാക്ക് പറയാൻ മനസ്സ് തയ്യാറായില്ല തല ഉയർത്തി നിന്ന ഈഗോ ഹൃദയം തകർത്തു പോയില്ലേ ഈഗോ എന്റെ ഈഗോ എന്റെ സുഹൃത്തിനെ ആ ഹലോ ഹലോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. നീ അവിടെ നിന്ന് ഇറക്കിയ ശേഷം ഞാൻ റെഡിയുടെ കയ്യിൽ കൊണ്ടുപോകണം. പിന്നെ ബിസിനസ് തുടങ്ങി. ട്രക്സിന്റെ ബിസിനസ് തുടങ്ങിയ പിന്നെ കുതിച്ച് എന്റെ ലൈഫ് സെറ്റിലായടാ. ഇപ്പൊ റെഡി കൊൽക്കത്ത പോയുണ്ട്. ഇപ്പൊ ഇവിടത്തെ രാജാവ് ഞാൻ. ഇത് നിന്റെ പറഞ്ഞത് ഒരു ലോഡും പോലും ഇവിടെ കടക്കുകയില്ല, ഒരിക്കലും വാങ്ങിക്കുകയില്ല. ബിക്കോസ് ഐ ആം ദ റിയൽ ഓജി. നീ ഓജി ആണെങ്കിലും 3G ആണെങ്കിലും എനിക്കെന്താ മോനെ, നിനക്ക് മുമ്പ് ഈ ബിസിനസ് തുടങ്ങിയ ആളായി ഞാൻ. നീ ഇപ്പഴും ഉള്ള പിള്ളേടാ. നിനക്ക് ഇപ്പഴും ബിസിനസ് കളിച്ചൊരു തേങ്ങ അറിഞ്ഞൂടാ. നീ ഈ ബിസിനസ് തുടങ്ങുന്ന മുമ്പ് ഈ ബിസിനസ്സിൽ ഇറങ്ങിയാടായി ഞാൻ. അന്ന് ഓർക്കണം കേട്ടോ. നിന്നെ കണ്ടുള്ളത് പല സംഭവങ്ങളും ഞാൻ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഇതുവരെ ഇനി എന്റെ ലോഡ് ആരും വാങ്ങിക്കില്ല. കാരണം എന്റെ ലോഡർ ഇപ്പൊ വൺ ഓഫ് ദി ബെസ്റ്റ് ബിസിനസ്. അതുകൊണ്ട് ഈ ഫീൽഡിൽ നിന്ന് മാറുന്നില്ല, അല്ലെങ്കിൽ തടി കേടാവേ. നീ വെയിറ്റ് ചെയ്യണ്ട, ഞാൻ നീ അവിടെ വരാം. ഞാൻ വെയിറ്റ് ആയാ വെയിറ്റ്. അലോക്കിന്റെ ബിസിനസ് ഒന്നാം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ വരണം തോറ നേരെ വിളിച്ചോടാ. കാറ് പൊട്ടിച്ചെടുത്ത സാധനം. രണ്ട് ജോലി കളി ഇനി അറിയിക്കേണ്ട കാര്യം. ഫസ്റ്റ് ഹാഫ് ജോലി മുടിച്ചു. No celebration style. കമ്മിങ്.
നീ പോയിട്ട്? ഇവിടെ എന്തുവാ നടക്കുന്നത്? അലോക്ക് പോയി, ശക്തി പോയി, എല്ലാരും പോയി. ഇനി ഇവിടെ ആരും തുടങ്ങാൻ ആരുമില്ലേ? എനിക്കൊരു പിടിയില്ല. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഇപ്പോഴൊരു പിടി കിട്ടണം. ഇനി അവന്മാരെ ചാരൊക്കെ അവിടെ നിന്ന് കടക്കൂല, ഇനി സമ്മതിക്കൂല. ഇന്ന് ഞാൻ എൻ്റെ ബിസിനസ് വീണ്ടും ഞാൻ തുടങ്ങാൻ പോണു ഇങ്ങോട്ട്. ഇനി അവന്മാരൊരു തിരക്കും ഇവിടെ കടക്കൂല. നീ നമ്മളെ വണ്ടിക്ക് ആദ്യമായി എടുത്തോണ്ട് വണ്ടി എടുക്കാൻ പറ. എടുത്തോ. പന്ത്രണ്ട് കിറ്റ് ഗോൾഡ് മുമ്പേക്കും ബാക്കിയുള്ള 32 ദുബായിൽ പറഞ്ഞു കേട്ടോ. ഇന്ന് രാത്രി തന്നെ എടുത്തിട്ട് കിട്ടണം അല്ല. നിന്റെ പേര് അലോക് എന്നല്ലെന്ന് എനിക്കറിയാം. നിന്റെ ശരിക്കുള്ള പേര്? ആ പേര് നമുക്ക് വേണമെങ്കിൽ ഇന്നും നാളെ എല്ലാം മാറ്റാം. പക്ഷെ നമ്മൾ ജനിക്കാൻ വീണ പേരെ തോന്നേ ഉള്ളൂ. ശരിക്കുള്ള പേര് ലോക്കി ലോറിയോ. എവരെന്നുള്ള ഞാൻ സ്വന്തം എടുത്തിട്ട് ഇതാണ് പേര്. ഷോർട്ട് ഫോം എഴുതുന്ന ഒരു സംഭവം അയ്യോ, വെറുതെ പറഞ്ഞല്ലേ, എന്റെ ഭാഷയാണ്.